ഇതുവഴി അങ്ങോട്ട് പോവാ. ഇതെനിക്ക് താഴെ എന്റെ ഒരു റിലേറ്റീവ് ഉണ്ട്, ഒരു വീട് വരെ പോണായിരുന്നു. എന്റെ പേര് ബാബു. യാദൃശ്യമായിട്ട് നമ്മൾ ഇവിടെ വെച്ച് കാണുന്നത്. അതെ, കാര്യം ഞാൻ വിചാരിച്ചത് ഉണങ്ങിയെന്ന് വിചാരിച്ചു. കാര്യം ഇപ്പൊ അടുത്ത കാലത്ത് തൊഴിലുറപ്പുകാർ വന്ന് ഈ ഓട തെളിച്ചൊന്ന് വാരിയിട്ടായിരുന്നു. അന്നേരം ഇതിലെ പാതിരുന്ന ആൾക്കാരും അറിയുന്നുണ്ട്. ഇപ്പോൾ താഴത്തെ എന്റെ വാദന്റെ അനിയൻ താമസം അങ്ങോട്ട് പോകാമെന്നാ. പക്ഷെ ഈ ഒരു കണ്ടീഷൻ ആണെങ്കിൽ വരത്തില്ല. അല്ല, ഇതുവഴി ഒരു വണ്ടിയും വരുന്നില്ല. ആൾക്കാരെ പറയുന്നത് ഓട്ടം വിളിച്ചാൽ പോലും ഹോസ്പിറ്റലിൽ പോകാനെ പോലും ആട്ടോക്കാർ പോലും വഴിയും ഏകദേശം ഇതുപോലൊക്കെ തന്നെ കുറച്ച് ഭാഗത്ത് ഇതുപോലെ തന്നെ നടക്കുന്നത്. അപ്പൊ ചെറിയ മഴയുള്ള ദിവസങ്ങൾ ഞാൻ ഓട്ടോ ഓടിച്ചാൽ കൊണ്ടുവന്നു. ഓട്ടോ ഓടിച്ചു പോകണമെങ്കിൽ നമ്മളങ്ങ് ജംഗ്ഷനിൽ കാല് അങ്ങനെ ഏതാണ്ട് 1 മാസത്തോളം ഹോസ്പിറ്റലിൽ കിടന്ന് അത് കഴിഞ്ഞ് വീട്ടിൽ വന്ന് പിന്നെ സഹോദരങ്ങൾ എല്ലാവരോടും ആയിരുന്നു എല്ലാം നോക്കിയാൽ കാണിയൊക്കെ ചെയ്യുന്നവര് ഒരു കടപ്പായിരുന്നു. ഏത് ഭാഗത്താണ്, ഏത് പഞ്ചായത്താണ്? ഇത് പൗത്രേശ്വരം പഞ്ചായത്താണ്. കൈതക്കോട് വടക്ക് 13-ാം വാർഡ്. പിന്നെ കൈതക്കോടും പൗത്രേശ്വരമായി മുട്ടിക്കുന്ന ഒരു ബൈ റൂട്ടാണിത്. ഏകദേശം 1 കിലോമീറ്റർ ചെല്ലുവാനുണ്ട് ഈ റോഡിന്റെ നീളം. എന്നാൽ ഈ റോഡ് ഉണ്ടാക്കിയത് ഒരു 30 വർഷങ്ങൾക്ക് മുമ്പാണ് ഈ റോഡ് ഉണ്ടാക്കിയത്. അപ്പം അന്ന് ഇതിൽ നടന്നു പോകാനൊക്കെ ഒന്ന് വഴിയല്ലായിരുന്നു. അന്ന് ഞങ്ങളെല്ലാവരും നാട്ടുകാരുടെ എല്ലാവരും ശ്രമകരമായിട്ട് നാട്ടുകാരുടെ അധ്വാനത്തിൽ ഉണ്ടാക്കിയ റോഡാണ് ഇത് ചെന്ന് ചേരുന്നത്. പിന്നെ കൾച്ചർ ജംഗ്ഷൻ കൈതക്കോട് ഹെൽത്ത് സെന്റർ ജംഗ്ഷനിലാണ് ഇന്ന് ചേർന്നെത്തുന്നത്. ഏകദേശം 1 കിലോമീറ്റർ കൂടുതൽ ഒരു ദൂരമുണ്ട്. എന്നാൽ ഇതിന്റെ കുറെ ഭാഗത്തിന്റെ കാലഘട്ടത്തില് ഇവിടം വരെ ഒരു 10-300 മീറ്റർ 2 സൈഡും കെട്ടി ഓട കർശിയാക്കിയിട്ടുള്ളതാണ്. അതിനുശേഷം പിന്നെ കൊടിക്കുന്നിൽ സ്റ്റേറ്റിന്റെ ഒരു 6 ലക്ഷം രൂപ 8 ലക്ഷം രൂപയും അതുപോലെ തന്നെ നമ്മുടെ വാർഡ് മെമ്പർ സന്തോഷിന്റെ ഫണ്ടിൽ നിന്നും ഒരു 3 ലക്ഷം രൂപയും ഉപയോഗിച്ച് ഈ റോഡിന്റെ അപ്പുറത്തെ ഭാഗത്തും കുറെ കെട്ടി നിർത്തിയിട്ടുണ്ട്. അതിനുശേഷമുള്ള സ്ഥലങ്ങൾ നല്ലോണം വെള്ളം കയറി മനുഷ്യന് സഞ്ചാരയോഗ്യമല്ലാതെയും സ്കൂളുകളിൽ പോകുന്ന ആട്ടോകളും വണ്ടികളും ഒക്കെ വന്ന് ഈ ചാലുകളിൽ മറിഞ്ഞ് അപകടങ്ങൾ സംഭവിച്ചിട്ടുള്ളതാണ്. ഇതൊന്നും അധികാരികളുടെ ശ്രദ്ധയിൽ പെടുത്താൻ അന്ന് കഴിഞ്ഞില്ല. എങ്കിൽ പോലും ഈ കഴിഞ്ഞ നവകേരള സദസ്സിലെ ഇവിടുത്തെ ഈ പ്രദേശവാസികളുടെ എല്ലാം കൂടെ ഒപ്പ് ശേഖരിച്ച് അവിടെ ഒരു വലിയ മെമ്മോറാണ്ടം ഞങ്ങൾ സമർപ്പിച്ചു. അതിന്റെ അടിസ്ഥാനത്തിൽ അവരിവിടെ വന്ന് പരിശോധിച്ചിട്ടുണ്ട്. ആ പരിശോധനയിൽ അവർ പറഞ്ഞത് ഈ റോഡിന് ഏകദേശം 1 കോടി രൂപയോളം ഇനി ചെലവാക്കേണ്ടി വരും. അതിന് അത്രയും ഭാരിച്ച ഫണ്ട് എടുക്കാൻ ഇവിടെ കഴിയാത്തതിന്റെ പേരിൽ ഘട്ടം ഘട്ടമായിട്ട് ഈ റോഡ് പണിഞ്ഞു തരാം എന്നൊരു അഭിപ്രായം പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഒരു പൈസ പോലും ഇതുവരെ ഈ റോഡിന് വേണ്ടി വിനിയോഗിച്ചിട്ടില്ല എന്നുള്ളതാണ് സത്യം. നാട്ടുകാരുടെ ഇതിലെ പോകുന്നവരെല്ലാം ഇത് എന്ത് റോഡ് ഈ കേരളത്തിൽ പോകണ റോഡുണ്ടായിരിക്കും ഇല്ല എന്നാണ് പറയുന്നത്. കേരളത്തിൽ ഒരു പ്രദേശത്ത് പോലും ഇതുപോലൊരു റോഡ് സഞ്ചാരയോഗ്യമല്ലാത്ത റോഡില്ല. ഇവിടെ 2 സൈഡിലും കൂടെ 120 കുടുംബങ്ങൾ അധികം തിങ്ങിപ്പാർക്കുന്ന ഒരു സ്ഥലമാണ്. അതുകൊണ്ട് തന്നെ അല്ലാതെ തന്നെ പല നാട്ടുകാരും ഇതിൽ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നവരാണ്. ബൈപ്പാസാണ്. ഏതാണ്ട് 2-3 കിലോമീറ്റർ ലാഭത്തിൽ കുറച്ച് കയറി പോകുന്ന ഒരു റോഡാണ്. കാര്യം അവിടെ കൾച്ചർ ജംഗ്ഷനിൽ കയറി കൈതക്കോട് ജംഗ്ഷനിൽ കയറുന്നതിന് വാഹനങ്ങൾ തൽക്കാലം കടന്നു പോകും. ഇപ്പോഴത്തെ അവസ്ഥയിൽ മഴയായി കഴിഞ്ഞാൽ ഇതിൽ വാഹനങ്ങൾ പോകത്തേ ഇല്ല. വന്നാൽ ചാലിലോ വയലിലോ മറിയും. അത് കാരണം ആളുകൾ വരാതിരിക്കുകയാണ്. പഞ്ചായത്തിൽ അറിയിച്ചിട്ടുണ്ട്. പഞ്ചായത്ത് മെമ്പർ പറയുന്നത് മെമ്പറെ സംബന്ധിച്ചിടത്തോളം ഇത് 4-5 ലക്ഷം രൂപ കൊണ്ട് തീരുന്ന ഒരു പ്രശ്നമല്ലത്. അവർക്കുള്ള ഫണ്ടെന്ന് പറയാൻ മരുന്നുകളാണല്ലോ. അപ്പൊ അത് മറ്റ് ഘടകങ്ങൾ ഭാഗത്തുനിന്ന് പൈസ കണ്ടെത്തി ചെയ്യണമെന്നൊക്കെ വരില്ല. ഗതാഗത യോഗ്യമാക്കുന്നതിന് വേണ്ടി എന്താണ് നിങ്ങളുടെ തീരുമാനം? എന്ത് വേണമെന്നാണ്? ഞങ്ങൾക്ക് ഇത് സഞ്ചാരമാക്കി തീർക്കുന്നതിന് വേണ്ടി ഒരു സൈഡ് ഒരു സൈഡ് പാറ കെട്ടി പൊക്കുകയും മറു സൈഡിൽ ഓട കെട്ടി നിർമ്മിച്ച് പിന്നെ ഈ റോഡിന് മണ്ണിട്ട് വരുത്തി ഈ റോഡ് സഞ്ചാരയോഗ്യമാക്കി. ഇതുവഴി അങ്ങോട്ട് പോവാ. ഇതെനിക്ക് താഴെ എന്റെ ഒരു റിലേറ്റീവ് ഉണ്ട്, ഒരു വീട് വരെ പോണായിരുന്നു. എന്റെ പേര് ബാബു. യാദൃശ്യമായിട്ട് നമ്മൾ ഇവിടെ വെച്ച് കാണുന്നത്. അതെ, കാര്യം ഞാൻ വിചാരിച്ചത് ഉണങ്ങിയെന്ന് വിചാരിച്ചു. കാര്യം ഇപ്പൊ അടുത്ത കാലത്ത് തൊഴിലുറപ്പുകാർ വന്ന് ഈ ഓട തെളിച്ചൊന്ന് വാരിയിട്ടായിരുന്നു. അന്നേരം ഇതിലെ പാതിരുന്ന ആൾക്കാരും അറിയുന്നുണ്ട്. ഇപ്പോൾ താഴത്തെ എന്റെ വാദന്റെ അനിയൻ താമസം അങ്ങോട്ട് പോകാമെന്നാ. പക്ഷെ ഈ ഒരു കണ്ടീഷൻ ആണെങ്കിൽ വരത്തില്ല. അല്ല, ഇതുവഴി ഒരു വണ്ടിയും വരുന്നില്ല. ആൾക്കാരെ പറയുന്നത് ഓട്ടം വിളിച്ചാൽ പോലും ഹോസ്പിറ്റലിൽ പോകാനെ പോലും ആട്ടോക്കാർ പോലും വരത്തില്ല. അവർ കണ്ടീഷനാ. എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ 35 വർഷം മുമ്പ്
ഇതിൽ വരമ്പായിരുന്നു. അന്ന് ഈ നാട്ടുകാരെല്ലാം കൂടെ ചേർന്നാണ് കയ്യാലയൊക്കെ ഇടിച്ച് ഈ റോഡിന്റെ വീതിയിലാക്കിയത്. പക്ഷെ അന്നോട്ട് കിടക്കുകയാണ്. പല ഫണ്ട് വന്നെങ്കിലും ഇപ്പം ചെയ്യാന്ന് പറഞ്ഞു. കാര്യം ഇതിനകത്ത് വേറൊരു ശാപം ഉള്ളത്, ഇത് 2 വാർഡിന്റെ ബോർഡറാ. 12-ാം വാർഡും 13-ാം വാർഡിന്റെ ബോർഡറായത്. അപ്പോഴ് ഈ മെമ്പർമാർക്ക് സ്വാധീനം എന്ന് പറഞ്ഞാൽ വാർഡിനകത്ത് എല്ലാം കൊണ്ട് ചെയ്യണമെന്നുള്ളതാ. അപ്പോൾ അങ്ങനെ ഒരു ഇതുണ്ട്. പിന്നെ MP ഫണ്ടായാലും 2 വട്ടം MP ഫണ്ട് കൊടുക്കുന്നു. സുരേഷ് ഫണ്ട് വെച്ച് കുറെ ഇവിടെ ഇടഭാഗത്ത് കുറെ ചെയ്തു, സൈഡ് കുറെ കെട്ടി. പിന്നെ കൂർക്കുഞ്ഞൊരു ഫണ്ട് വന്നിട്ട് എനിക്കറിയാം. പിന്നെ പഞ്ചായത്തിന്റെ ഫണ്ടിനകത്ത് ഉപയോഗിച്ചാൽ എനിക്ക് എന്റെ ഓർമ്മയിലില്ല ഈ 35 വർഷത്തിനകത്ത്. ഇപ്പം ഒരു 2 ലക്ഷം രൂപ ഒരു 50 മീറ്റർ ഇതിന്റെ സ്റ്റാർട്ടിങ്ങിന് കോൺക്രീറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ 2 ലക്ഷം രൂപ കോൺട്രാക്ട് ആയെന്ന് പറയുന്നത്. പക്ഷെ ആ കോൺട്രാക്ട് ക്യാൻസൽ ആയെന്ന് പറയുന്നത്. പോട്ട് 2 ലക്ഷം വെച്ചിട്ട് ഒരു 50 മീറ്റർ വീതെങ്കിലും ചെയ്താലേ ഈ ദുരിതം ഒന്ന് മാറിക്കിട്ടും. ഒരു 10-80 കുടുംബങ്ങൾ കൂടെ ഉള്ളതാ. ഹോസ്പിറ്റലിൽ പോകാൻ പോലും വയ്യാത്തൊരു കണ്ടീഷൻ. ഇവരെ കൊണ്ടുപോകാൻ വളരെ പ്രയാസം. കസേറിൽ എടുത്തുകൊണ്ട് പോയ ഒരു കേസ് വരെ ഉണ്ട്. അതുപോലെ ഇവിടെ അടുത്തൊരു പാർട്ടി ഒരു 3 ആഴ്ച മുമ്പ് വീണിട്ട് കൈയെല്ലാം ബൈക്ക് മേളിലായി പോയി, അപ്പുറത്ത് മറിഞ്ഞുപോയി. പക്ഷെ ആ ഒരു കേസായി ഇപ്പോഴത്തെ കണ്ടീഷൻ. കാര്യം ആരും തിരിഞ്ഞു നോക്കുന്നില്ല. പഞ്ചായത്തിന് 2ാമത്തെ ഭരണം വന്നപ്പോൾ ഈ റോഡിനകത്ത് 5 പൈസ ചെലവാക്കിയിട്ടില്ല. ഒരു കക്ഷി തന്നെ 2ാമത്തെ ഭരണം വന്ന് ഇപ്പം ഭരണം തീരാൻ പോകും അടുത്ത വർഷം. അതിനകത്ത് ഇപ്പോഴാണ് 2 ലക്ഷം രൂപ കൊടുത്ത് അവിടെ ചെയ്തത്. ഇതിന്റെ ഇടയ്ക്ക് ഒരു വേറെ 2 ലക്ഷം കഴിഞ്ഞ ഇതിലും വന്നു. അല്ലാതെ ഇതിനകത്ത് കാര്യമായ ഫണ്ടോ SC/ST ഫണ്ടോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഉൾപ്പെടുത്തുന്ന ഫണ്ടോ ആർക്കും എന്താണെന്ന് അറിയത്തില്ല. ഒന്നാമത്തെ കാര്യം ഞാൻ പറയുന്നത് ഒരു ബോർഡറാണ് 2 ഇതിന്റെ. ശരിയായ ഒരു ഇനിഷ്യേറ്റീവ് ആരും എടുക്കുന്നില്ല. അത്രേ എനിക്ക് പറയാനുള്ളൂ. ഇതിനകത്ത് ഒരു MPയോ MLAയോ ഇടപെട്ട് അവരുടെ ഫണ്ടിൽ നിന്ന് മാത്രമേ പറ്റത്തുള്ളൂ. പഞ്ചായത്തിന്റെ ഫണ്ടിൽ നമ്മുടെ പഞ്ചായത്തിന് അറിയ വരുമാനം വളരെ കുറവാണ്. 1 ലക്ഷം 2 ലക്ഷം വെച്ച് തീരാക്കത്തില്ല. അടിയന്തരമായിട്ട് വേണ്ടത് ഈ ഓടയൊന്ന് കെട്ടിക്കുക എന്നുള്ളതാണ്. ഓട കെട്ടിക്കഴിഞ്ഞാലുള്ള ഗുണമെന്ന് പറഞ്ഞാൽ വെള്ളം ഇങ്ങോട്ട് മറിയത്തില്ല. പിന്നെ ഈ വീട്ടുകാരെന്നെ ഓരോ വീട്ടുകാരെ അത് തെളിച്ചിടും. അടിയന്തരമായിട്ട് വേണ്ട ഈ ഓടയൊന്ന് നന്നാക്കാന് കുറഞ്ഞ ഒരു 22 ലക്ഷം രൂപ ഉണ്ടെങ്കിൽ എന്റെ ഉദ്ദേശത്തിന് നടക്കും. ഓടയ്ക്ക് മാത്രം അത്രയെങ്കിലും എവിടെ നിന്നും ഒരു ഫണ്ട് കണ്ടെത്തി ചെയ്യാന്നുള്ള അടിയന്തരമായിട്ട് ചെയ്യേണ്ടത്. ബാക്കി റോഡ് കാലാകാലങ്ങളിൽ അല്ലെങ്കിൽ ഘട്ടം ഘട്ടമായിട്ട് നമുക്ക് 1.5 ലക്ഷം വെച്ച് ഏതെങ്കിലും ഫണ്ട് വെച്ച് ചെയ്യാൻ പറ്റും. ഓട അടിയന്തരമായി ചെയ്തില്ലെങ്കിൽ വളരെ ദുരിതമാണ്. സാറിന്റെ പേര്? എന്റെ ഒരു ബാബു ചെറുപ്പം എന്ന് പറയുന്നത് ഹെൽത്ത് സെന്റർ മുതൽ കൾച്ചർ ജംഗ്ഷൻ വരെയുള്ള റോഡാണ്. ഇത് 33 വർഷമായി ഈ റോഡ് ഞങ്ങൾ ഈ നാട്ടിലുള്ള എല്ലാവരും ഇറങ്ങി വെട്ടി അവനവൻ്റെ പുരയോടെടുത്ത് വെട്ടി ഇത്രത്തോളം യോഗ്യമാക്കി. ഇതുവരെ ഒരു അധികാരികളും ഇതിനകത്ത് പല ഇത് കൊടുത്തിട്ടും ഇതുവരെ അവർ തിരിഞ്ഞു നോക്കിയോ ഇടിക്കുകയോ ഇതുവരെ ചെയ്തിട്ടില്ല. MLAക്ക് കൊടുത്തു, പഞ്ചായത്തിന് കൊടുത്തു, പിന്നെ ജില്ലാ പഞ്ചായത്തിന് കൊടുത്തു, ബ്ലോക്കിന് കൊടുത്തു. അവരെല്ലാം വന്ന് ഇലക്ഷൻ വരുമ്പോൾ ഇതെല്ലാം ഞങ്ങൾ റെഡിയാക്കി തരാമെന്ന് പറഞ്ഞിട്ട് പോവുകയല്ലാതെ ഇന്നുവരെ അവർ തിരിഞ്ഞു നോക്കിയോ ഇടിക്കോ. സ്കൂൾ ബസ് മലനാട് പൗത്രേശ്വരം മലനാട് സ്കൂൾ ബസ് പോകുന്നൊരു റൂട്ടായിരുന്നു. അതാണ് റീത്തപള്ളിൽ അവിടുത്തെ ഒരു സ്കൂൾ ബസ് പോകുന്നതാണ്, ആട്ടോ വരുന്നതാണ്. ഇതിപ്പം ഇവിടെ പല വണ്ടികളും വന്ന് മറിയുകയും എടുക്കുകയും ചെയ്തു. MLAയുടെ വണ്ടി പോലും ഇവിടെ വന്ന് പൊതഞ്ഞ സമയത്ത് ഈ നാട്ടുകാർ ഒന്നടങ്കം ഇറങ്ങി ആ വണ്ടി പൊക്കി കൊടുത്തപ്പം പറഞ്ഞു ഇന്ന് ഈ റോഡ് ശരിയാക്കിയിട്ടേ ഞാൻ നിലത്ത് നിൽക്കൂ എന്ന് പറഞ്ഞ ഒരു MLA കോർ കുഞ്ഞുമോൻ. ഇതിപ്പം വാർഡ് എന്ന് പറയുന്ന ആ വാർഡിലെ ആൾക്കാരും ചെറുവയ്യ ആ ഭാഗമുള്ള ആൾക്കാർ ഈ ഭാഗമുള്ള ഈ 160ഓളം വീടുകളുണ്ട് 2 സൈഡും. അവർ സഞ്ചരിക്കുന്ന ഒരു റോഡാണ്. ഇന്നുവരെയും അവർ തൊടുകയോ നോക്കിയോ തിരിഞ്ഞു നോക്കിയോ ചെയ്തിട്ടില്ല. ഈ ഒരു അല്പം MP ഫണ്ട് അവിടെ ഉപയോഗിച്ചിട്ടുണ്ട്, ഇവിടെ ഒരു MPയുടെ അല്പം ഉപയോഗിച്ചിട്ടുണ്ട്, പഞ്ചായത്ത് മെമ്പറെ ഉപയോഗിച്ചിട്ടുണ്ട്. അല്ലാതെ തൊടിയോ എടുക്കുകയോ ഒന്നും ചെയ്തില്ല. നമ്മൾ ചെന്നിച്ച് പറയുമ്പോൾ ഈ നിവേദനം കൊടുത്തിരുന്നു. ഇവിടുന്ന് എല്ലാ വീട്ടുകാരും ഏതാണ്ട് 160 വീട്ടുകാരെ ഒപ്പിട്ട് അവിടെ കൊണ്ടുകൊടുത്ത് 2 കക്ഷികളായിട്ട് ഞങ്ങൾ കൊണ്ടുകൊടുത്തതാണ്. അത് മാത്രമല്ല ജില്ലാ പഞ്ചായത്തിന് കൊടുത്തിട്ടുണ്ട്, പിന്നെ ബ്ലോക്കിന് കൊടുത്തിട്ടുണ്ട്. MLA പറഞ്ഞു ഈ റോഡ് ശരിയാക്കി തരാം. ഏത് സമയം ചോദിക്കുമ്പോൾ പറയും 30 ലക്ഷം രൂപ ഇതിനു വേണ്ടി അനുവദിച്ചിട്ടുണ്ടെന്ന് എപ്പോഴും പറയുന്ന MLA. കാലഘട്ടം ഈ ഇടയ്ക്കും പറഞ്ഞു, കഴിഞ്ഞ ഇലക്ഷന് പറഞ്ഞു, അതിന്റെ കഴിഞ്ഞ ഇലക്ഷന് പറഞ്ഞു. അത് കഴിഞ്ഞ് MPക്ക് കൊടുത്തു. MP ഇത് ഞാൻ പെട്ടെന്ന് ശരിയാക്കി തരാമെന്ന് പറഞ്ഞു. MP ഡയറക്റ്റ് ഞങ്ങൾ എല്ലാവരും ഒപ്പിട്ട് കൊണ്ടുവന്നു. ഇവിടെ കൊടുത്ത സമയത്ത് പറഞ്ഞു എത്രയും പെട്ടെന്ന് ഇത് ശരിയാക്കി തരാമെന്ന് പറഞ്ഞു. ഇത്ര കാലം അതിനൊക്കെ MP ആവട്ടെ MLA ആവട്ടെ ജില്ലാ പഞ്ചായത്ത് ഇത് തിരിഞ്ഞു നോക്കാത്ത ഞങ്ങളെ വളരെ കഷ്ടത്തിൽ പെടുത്തുന്ന ഒരു റോഡാണ് ഇത്.
കാര്യം നടന്നു പോലും വണ്ടിയെ ഈ ഇടയ്ക്ക് തന്നെ ബൈക്കിനകത്ത് വന്ന ആള് പിന്നെ മറിഞ്ഞു, കൈയും കാലിനും അപകടം ഉണ്ടായി. ഞങ്ങൾ നാട്ടുകാർ ഓടിക്കൂടി ആ ബൈക്കും ആളിനെയും രക്ഷപ്പെടുത്തി. അല്ലാതെ ഒരു കൊച്ചു ഒരു വണ്ടി വന്നു, ആ കൊച്ചു വീണു, കൈ കാല് നട്ടല് ഉൾപ്പെടെ തകർന്ന് ഇപ്പോഴും കിടപ്പിലാണ്. ഈ മെനഞ്ഞാന്ന് തന്നെ ഒരു വണ്ടി മറിഞ്ഞു. അങ്ങനെ നിരന്തരം വന്ന് മറിഞ്ഞുകൊണ്ടിരിക്കുക. ഇവിടുന്ന് കട്ടിലെ ചുമന്ന് ജംഗ്ഷനിൽ കൊണ്ടുവേണം ഒരു രോഗിയെ കൊണ്ടുപോകാൻ. ഒരു ആംബുലൻസ്, നേരത്തെ ആംബുലൻസ് വന്നുകൊണ്ടിരുന്നതാണ്. ആംബുലൻസ് ഇപ്പം വരത്തില്ല. ഒരു വണ്ടി വിളിച്ചാൽ വരത്തില്ല, ഒരു ആട്ടോ വിളിച്ചാൽ വരത്തില്ല. വളരെയേറെ കഷ്ടപ്പാടും ഞങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുക ഈ നാട്ടുകാർ. ഈ പ്രദേശമായിട്ട് ചുറ്റുമായിട്ട് ഏകദേശം 7 സ്കൂളുകളില്ലേ? ഉണ്ട്. പഠിക്കുന്ന കുട്ടികളെ ഇപ്പം വണ്ടി വരത്തില്ല. ഇവിടുന്ന് മലനാട പള്ളി സ്കൂള്, പച്ചക്കാട് സ്കൂള്, കുന്നുമ്മ സ്കൂള്, ഇവിടുന്ന് എല്ലാം പോകുന്നത് ചുറ്റുമല സ്കൂള്, കുണ്ട്ര സ്കൂള്. കുട്ടികളെ ഇപ്പം കൊണ്ടുവന്ന് ജംഗ്ഷനിലാക്കും. മെയിൻ റോഡിൽ കൊണ്ടുവന്ന് കാവൽ നിന്ന് വേണം നിർത്തി കൊണ്ടുവരാൻ. കുഞ്ഞുങ്ങളെ തിരിച്ചു കൊണ്ടുവരണമെങ്കിലും നമുക്ക് ഭയന്ന് വേണം കുഞ്ഞുങ്ങളെ കൊണ്ടുവരാൻ. പൊടി കുഞ്ഞുങ്ങളെ എങ്ങനെ കൊണ്ടുവരും? പട്ടികളുടെ ശല്യം അതിനേക്കായി. കുഞ്ഞുങ്ങൾ ഇന്നേ കാലത്ത് കുഞ്ഞുങ്ങളെ ഒറ്റയ്ക്ക് വിടാൻ നോക്കാത്ത, മറ്റേത് വണ്ടിക്കകത്ത് നമ്മുടെ വീട്ടുമുറ്റങ്ങളിൽ കൊണ്ടുവന്ന് ഇറക്കുന്നതാണ്. ഇപ്പൊ ഇറക്കുന്നില്ല. ഇപ്പൊ അവർ വണ്ടി വരത്തില്ല. വണ്ടി വന്നാൽ പുതയുക, മറിയുക. ഇതെല്ലാം നടന്നിട്ടും ഈ അധികാരികൾ ഇത് തിരിഞ്ഞു നോക്കിയോ എടുക്കുകയോ ഒന്നും ഇതുവരെ ചെയ്തിട്ടില്ല. യഥാർത്ഥത്തില് ഈ റോഡ് ഒന്ന് നല്ല രീതിയിൽ കൊണ്ടുവരണമെങ്കിൽ എംപിയോ MLAയോ സജീവമായ രീതിയിൽ ഇടപെട്ടെങ്കിൽ മാത്രമേ ഇതിൽ കാണുകയുള്ളൂ. നാട്ടുകാരുടെ ഈ ദുരിതം മാറണമെങ്കിൽ അതിന് ശേഷം മാത്രമേ ഇപ്പൊ ശരിയാക്കി തരാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നും ശരിയാവത്തില്ല. ശരിയാവോ? ഇല്ല. അതുകൊണ്ട് അധികാരികൾ ഇത് ഇടപെട്ട് ഈ റോഡ് ഞങ്ങൾക്ക് മെച്ചപ്പെടുത്തി തരണമെന്നാണ് ഞങ്ങളുടെ ഒരു അപേക്ഷ. പള്ളിയും ചർച്ചിൽ പോകാൻ പോലും പറ്റുന്നില്ല. ചില ദിവസങ്ങൾ പോകാതിരുന്നിട്ടുണ്ട്. ഈ നടക്കുന്ന വഴിയെല്ലാം ഓട നിറഞ്ഞ് വെള്ളം ഒഴുകി വരുമായിരുന്നു. റോഡേ കൂടി ആ വെള്ളം ഒഴുകിയിരുന്നത് മൊത്തം. കൈയുടെ കാര്യമൊന്നും പറയണ്ട. ബിന്ദു. ഞാന് സ്കൂട്ടർ ഓടിച്ച് അപ്പൊ എല്ലായിടവും അതുകൊണ്ടൊക്കെയാണ് പോയി വരേണ്ട കാര്യങ്ങളൊക്കെ. ഈ നാട്ടിലെ ബസ്സിന്റെ കാര്യമൊക്കെ അറിയാലോ. അപ്പം സ്കൂട്ടർ ഉണ്ടെങ്കിലേ പറ്റത്തുള്ളായിരുന്നു. അപ്പൊ അങ്ങനെ ഓടിച്ച് വരുന്ന ഒരു ദിവസം അവിടെ ഇങ്ങനെ സൈഡ് ഏരിയയില് വണ്ടി തട്ടി ചെന്ന് മറിഞ്ഞ ആ വയലിൽ ചെന്നങ്ങ് ഇടിച്ച് വീണ് മോള് തെറിച്ചങ്ങ് പോയി. ഇപ്പൊ മോള് തെറിച്ചു പോയി. കുഞ്ഞിന് പക്ഷെ കുഴപ്പമൊന്നുമില്ലായിരുന്നു. പക്ഷെ ഞാൻ തെറിച്ച് വീണ് മൊത്തത്തിൽ അങ്ങ് ഇതായിപ്പോയി. കാല് ഈ കാലങ്ങ് തളർന്നു പോയി. വലത്തെ കാല് തളർന്നു പോയി. നട്ടല് പൊട്ടി അതിൽ നിന്ന് വന്നതാന്നാ പറഞ്ഞേ. ഈ കൈയും തളർന്നു പോയായിരുന്നു. പിന്നീട് അതൊക്കെ ഏതാണ്ട് ഒരു 11 ദിവസം ഇവിടെ എല്ലാം പൊട്ടി തളർന്നു വാരി, നാക്കൊക്കെ മുറിഞ്ഞു വാരി. അങ്ങനെ ഏതാണ്ട് 11 ദിവസം കഴിഞ്ഞ് എനിക്ക് ഓർമ്മ വരുന്നത്. IC കിടന്ന 11ാമത്തെ ദിവസം എനിക്ക് ഓർമ്മ വരുന്നത്. അപ്പൊ അത്രമാത്രം പ്രശ്നങ്ങളൊക്കെ ആദ്യം താടിയെല്ലാം ഇവിടെ എല്ലാം ഇളകി ഇങ്ങനെ വന്നായിരുന്നു. മൊത്തത്തെ ഒരു വികൃതമായിപ്പോയായിരുന്നു. ഇപ്പം 1 വർഷമായി. 1 വർഷമായി. 1 വർഷം കഴിഞ്ഞ 1 മാസത്തോടായി. കഴിഞ്ഞ വർഷം ആഗസ്റ്റ് 5-ാം തീയതി ആയിരുന്നു. അപ്പൊ ഈ ശോചനീയമായ റോഡിൽ കൂടെ ആ വണ്ടി അറിയാമായിരുന്നോ ഇങ്ങനെ റോഡൊക്കെ? ഓരോരുത്തരൊക്കെ ഞങ്ങൾ അഡ്ജസ്റ്റ് പോയി വരുമായിരുന്നു. അഡ്ജസ്റ്റ് ചെയ്ത് പോകുന്നതാണ്. പോയിട്ട് വരുന്നേ. അങ്ങനെ 1 മാസത്തോളം ഹോസ്പിറ്റലിൽ കിടന്ന് അത് കഴിഞ്ഞ് വീട്ടിൽ വന്ന് പിന്നെ സഹോദരങ്ങൾ എല്ലാവരോടും ആയിരുന്നു എല്ലാം നോക്കിയും കാണിയൊക്കെ ചെയ്യുന്ന ഒരു കിടപ്പായിരുന്നു. പിന്നെ ഏതാണ്ട് 2-2.5 മാസം കഴിഞ്ഞപ്പോഴത്തേന് പതുക്കെ നടക്കാനൊക്കെ തുടങ്ങി. പതുക്കെ നമുക്ക് ഇപ്പോഴും എന്റെ കാലിന്റെ വേദന അങ്ങനെ ഒന്നും മാറിയിട്ടൊന്നുമില്ല. പിന്നെ ഈ കൈ പിന്നെ ഏതാണ്ട് ഒരു 5 മാസം കഴിഞ്ഞ് പിന്നെ ഓപ്പറേഷൻ ചെയ്യേണ്ടി വന്നു. ഇത് ബ്രേക്കൽ ഫ്ലക്സ് ആയിരുന്നു. അപ്പൊ അതായത് ചെന്നടിച്ച് ഈ തലേന്ന് വരുന്ന നരമ്പ് ചതഞ്ഞുപോയി. അപ്പൊ അത് മാറ്റി വെച്ചേ പറ്റത്തുള്ളായിരുന്നു. ഇങ്ങനെ കാലിന്ന് കയ്യേന്നും ഒക്കെ നരമ്പെടുത്ത് പിന്നെ ഇവിടെ ബൈക്കിൽ വെച്ചിട്ട് അങ്ങനെ. അപ്പൊ ഇതിപ്പോ ഏതാണ്ട് 1.5-2 വർഷത്തോളം എടുക്കും ഈ കൈ റെഡി ആവാൻ. അതായത് കൈ ഇങ്ങനെ കിടക്കുക. ഞാന് എന്റെ കാര്യങ്ങളൊക്കെ ചെയ്ത് എന്റെ ഇതൊക്കെ ആയി ജീവിച്ചോണ്ടിരുന്ന. അതായത് കുറച്ച് തയ്യലൊക്കെ ആയിട്ട് വീട്ടിൽ തന്നെ ആയിരുന്നു. എങ്കിൽ തയ്യലും പിന്നെ എന്റെ കൊച്ചിന്റെ കാര്യമൊക്കെ നോക്കി എല്ലാം തടസ്സമായിരുന്നു. പിന്നെ നല്ലൊരു എമൗണ്ടും ചെലവായി കാണുമല്ലോ. പിന്നെ 10-14 ലക്ഷം രൂപ ചെലവായിട്ടുണ്ട്. ഈ കൈക്ക് മാത്രം 3 ലക്ഷം രൂപയായിട്ടുണ്ട്. കോഴിക്കോട് ബേബി മെമ്മോറിയൽ. ആളുകളായി റോഡിൽ ഇത്രയും ശോചനീയാവസ്ഥയിൽ കിടന്നിട്ട്
പല കാലഘട്ടങ്ങളിലും പലരും പല രീതിയിൽ ഇവിടെ ആക്സിഡന്റ് സംഭവിച്ചുകൊണ്ടേയിരിക്കുന്നു. ആൾക്കാരെടുത്ത് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകുന്നു. പക്ഷെങ്കിൽ ഇതിന് വേണ്ടപ്പെട്ട അധികാരികൾ ഇതുവരെയും ഇതിൻ്റെതായ വിഷമതകൾ അവരറിഞ്ഞിട്ടില്ല. കാരണം അവർക്ക് ബുദ്ധിമുട്ടുകളില്ല. ഞാൻ പല സ്ഥലങ്ങളിലും യാത്ര ചെയ്യുന്ന ഒരു വ്യക്തിയാണ്. പക്ഷേങ്കിൽ കൈതക്കോട് ഹെൽത്ത് സെന്ററിന് സമീപം ഈ റൂട്ട് മാത്രമേ ഈ ഒരു അധംപതിച്ച രീതിയിൽ ഇത് കണ്ടിട്ടുള്ളൂ. കാരണം പല സ്ഥലത്തും ഞാൻ പലയിടങ്ങളിലും പോയി. പക്ഷെ ഇതേപോലെ അധംപതിച്ച റോഡ് കാണാൻ ഇതാണ് സാധിച്ചിട്ടുള്ളത്. സ്കൂട്ടറിന് പോലും പോകാൻ പറ്റാത്ത അവസ്ഥയാണ്. അടുത്ത ആ ജംഗ്ഷനിൽ പോകണമെങ്കിൽ ഇതിലേ കൂടെ കറങ്ങി ബാങ്കിന്റെ അടുത്ത് കൂടെ ചെന്ന് പുത്തൻചന്തയിൽ കൂടെ വേണം. നമുക്ക് ഏകദേശം 1 കിലോമീറ്റർ അധികം നമുക്ക് പോകണം. വീണിട്ട് തന്നെ 2-3 പിള്ളേര് സൈക്കിളിൽ നിന്ന് ചോദിച്ചും കുത്തി വീണ്. ആ കുഞ്ഞുങ്ങൾക്ക് പിന്നെ അന്ന് കാലകൈയൊക്കെ ഒടിഞ്ഞായിരുന്നു. കണ്ടിട്ട് പോകണം. അവരോട് ജയിക്കുമ്പോൾ ജയിച്ചിട്ട് അവര് പിന്നെ അടുത്ത മന്ത്രി വരും. അവരെല്ലാരും ഇങ്ങനെ വഴിക്കാരോടെ കടന്നു പോകത്തേ ഉള്ളൂ. അല്ലാതെ ഒന്നും ഒരു വണ്ടി വിളിച്ചാൽ പോലും വണ്ടി പോലും വരികയല്ല. ഞങ്ങൾ റോഡിങ്ങനെ നടക്കുന്നുണ്ട്. ഞങ്ങൾക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും വണ്ടിക്കകത്ത് പോകാനൊന്നും എന്റെ കാലാണെങ്കിൽ ഇച്ചിരി പൊട്ടലുണ്ടായിരുന്നു. വണ്ടി വിളിച്ചിടക്കെ വരുന്നില്ല, അങ്ങനെ കൊണ്ടുപോകാനും ഒക്കുന്നില്ല. വളരെയേറെ പ്രയാസമാണ്. എങ്ങനെയെങ്കിലും ഈ റോഡ് ഞങ്ങൾക്കൊരു ഉപയോഗമാക്കി തരണം. വണ്ടി എനിക്കാണെങ്കിൽ 3 കുഞ്ഞുങ്ങളാ. അവര് ഈ സ്കൂളിൽ കൊണ്ടാക്കുന്ന ഞാനാണെങ്കിൽ മേളിൽ കൂടെ കൊണ്ടാക്കിക്കൊണ്ടിരുന്നത്. അങ്ങനെ അവിടുത്തെ വഴിയും ഏകദേശം ഇതുപോലൊക്കെ തന്നെ കുറച്ച് ഭാഗത്ത് ഇതുപോലെ തന്നെ നടക്കുന്നത്. അപ്പൊ ചെറിയ മഴയുള്ള ദിവസങ്ങൾ ഞാൻ ഓട്ടോ പിടിച്ചാൽ കൊണ്ടുവന്നു. ഓട്ടോ പിടിച്ച് പോകണമെങ്കിൽ നമ്മളങ്ങ് ജംഗ്ഷനിൽ കൊണ്ടുപോയിട്ട് വേണം കുഞ്ഞുങ്ങളെ ഓട്ടോ പിടിച്ചു കൊണ്ടു. അത്രത്തോളം 2 കുഞ്ഞുങ്ങളെ ഇരട്ട പിള്ളേരെ. ആ 2 കുഞ്ഞുങ്ങളെയും കൊണ്ട് ഞാൻ ഓട്ടോ പിടിച്ച് ഞാൻ ജംഗ്ഷനിൽ കൊണ്ടുപോകുന്നത്. കഴിഞ്ഞ ദിവസം കുഞ്ഞിന് ഇതുപോലെ രാത്രി പനി വന്ന് ശ്വാസം മുട്ടലായിട്ട് വന്ന ഒരു 9:30 ആയപ്പോൾ വണ്ടി വിളിച്ചപ്പോൾ വണ്ടി വരുത്തില്ല. അതുപോലെ പിന്നെ ഞങ്ങൾ ജംഗ്ഷനിൽ ഞാനും മമ്മിയുടെ കുഞ്ഞിനെ ജംഗ്ഷനിൽ കൊണ്ട് അവിടുന്ന് ഓട്ടോ പിടിച്ചാണ് ഞങ്ങൾ പോയത്. വണ്ടി താഴോട്ട് വരാത്തതുകൊണ്ട് കുഞ്ഞിന് അത്രത്തോളം ശ്വാസം മുട്ടലായിട്ട് തീരെ വയ്യാതെ അങ്ങനെ കൊണ്ടുപോയി ഒരാഴ്ച അഡ്മിറ്റ് ആക്കിയിട്ട് ഞങ്ങൾ അവിടുന്നാണ് ഓട്ടോ പിടിച്ച് ഞങ്ങൾ പോയത്. ഇപ്പോഴും എൻ്റെ കുഞ്ഞിന് കഴിഞ്ഞ ആഴ്ച ആശുപത്രിയിൽ കൊണ്ടുപോയത് ഞങ്ങൾ ഓട്ടോ പിടിച്ച് അവര് ജംഗ്ഷനിൽ വന്നേ കൊണ്ടുപോകത്തുള്ളൂ. എന്നുവെച്ചാൽ അവിടുന്ന് വണ്ടി ഇങ്ങോട്ട് വരത്തില്ല. വണ്ടി ഇങ്ങോട്ട് വരണമെങ്കിൽ നമ്മൾ എക്സ്ട്രാ ചാർജ് കൊടുക്കണം. അവർക്ക് ഈ റോഡിൽ കൂടെ വരണമെങ്കിൽ എക്സ്ട്രാ ചാർജ് കൊടുക്കണം. അവരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. അവരുടെ റോഡിന്റെ അവസ്ഥ അതുപോലെ. 2 വീലർ പോലും ടൂ വീലർ പോകത്തില്ല. അതുകൊണ്ട് ഞങ്ങളിപ്പോ 2 വീലർ എടുക്കാറില്ല.